كفاني علم ربي من سؤالي. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, മറ്റൊരു ചികിത്സാ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു രോഗി വല്ലാത്ത പ്രശ്നങ്ങളെ വീട്ടിലുണ്ടാക്കുകയാണ്. അപ്പോൾ ആ രോഗിക്ക് ഭർത്താവുണ്ട്, 2 പെൺമക്കളുണ്ട്. ഈ രോഗിയുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മക്ബറകൾ, ജാറകൾ, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം. ഭർത്താവിനെ വിളിച്ച് വരുത്തി ഭർത്താവിൻ്റെ കൂടെ കറങ്ങുക. അങ്ങനെ ഭർത്താവ് ഭാര്യ പറയുന്ന എല്ലാം അതേപോലെ ചെയ്തു കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പ്രശ്നം ഇതായിരുന്നില്ല. അതായത് ഈ പെൺകുട്ടിയുടെ ഒരു സഹോദരൻ വിവാഹം ചെയ്ത് ആ വിവാഹം തുടരാൻ കഴിഞ്ഞില്ല, അത് വേർപെടുത്തേണ്ടി വന്നു, മറ്റൊരു വിവാഹം ചെയ്യണം. അപ്പോൾ അദ്ദേഹം പല തവണ അത് ശ്രമിക്കുമ്പോഴൊക്കെ ചില അസ്വാഭാവിക സംഭവങ്ങൾ വീട്ടിൽ സംഭവിക്കുകയാണ്. അതായത് ഈ രോഗിയായ പെൺകുട്ടി കല്യാണം കഴിച്ച് 2 മക്കളും ഭർത്താവുമുള്ള ഈ സ്ത്രീ ഒച്ചപ്പാടും ബഹളവും കരച്ചിലും നിലവിളിയും നടത്തും. ചിലപ്പോൾ റോഡിലൂടെ ഇറങ്ങി ഓടും. അത് വീട്ടിലെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ പയ്യനെ കാണാൻ ആരെങ്കിലും അങ്ങനെയുള്ള ആളുകളോ വന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ സ്വഭാവം മാറുന്നു. സ്ത്രീ അലമുറയിടുന്നു, നിലവിളിക്കുന്നു, അല്ലെങ്കിൽ ഇറങ്ങി ഓടുന്നു. ഇങ്ങനെയുള്ള വിവിധ അനുഭവങ്ങളാണ് ബന്ധുക്കൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധുക്കള് ഈ സ്ത്രീയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറ്റി അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പയ്യനെ കൊണ്ട് ഒരു പെണ്ണ് കാണിപ്പിക്കുകയും അങ്ങനെ അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും ഇവരെ വിവാഹ ടൈമും കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഇവരുടെ പ്രതിസന്ധി വിവാഹം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസങ്ങളിലുള്ള ഫംഗ്ഷനുകളിൽ ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം ഒച്ചപ്പാടുകളും ശബ്ദങ്ങളും ആ ഫംഗ്ഷനെയും വിവാഹത്തെയൊക്കെ പല രീതിയിൽ ബാധിക്കാനും വിവാഹം തന്നെ നടക്കാതിരിക്കാനും ഒക്കെ സാധ്യതയുള്ള വിഷയമാണ്. അപ്പോൾ അതിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം. അതിനാണ് അവർ എന്നെ സമീപിച്ചത്. ഞാൻ അവരെ വീട്ടിൽ പോയി അങ്ങനെ ഈ സ്ത്രീയെ മന്ത്രിക്കണം. അപ്പോൾ സ്ത്രീക്ക് ഏതായാലും സ്ത്രീയുടെ സ്വഭാവവും ലക്ഷണവും രീതികളൊക്കെ അനുസരിച്ച് ആ ബന്ധുക്കൾ വിശദീകരിച്ചതനുസരിച്ച് ഒരു പൈശാചിക രോഗം ബാധിച്ച വ്യക്തിയാണ്. പക്ഷെ എൻ്റെ മുന്നിൽ ആ സ്ത്രീ വരുന്നത് സാധാരണ ഒരു സ്ത്രീ ആയിട്ടാണ്. ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പം നേരത്തെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ആ സ്ത്രീയുടെ സ്വപ്നങ്ങളും മറ്റ് അനുഭവങ്ങളും ജീവിത കാര്യങ്ങളും ആ സ്ത്രീയോട് തന്നെ ചോദിച്ചറിഞ്ഞു. പക്ഷെ ആ സ്ത്രീ പറയുന്നു, ഒരു സ്വപ്നവും കാണാറില്ല, സ്വപ്നമേ കാണാറില്ല, വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അനുഭവങ്ങളല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ഇതാണ് ആ സ്ത്രീ പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ചികിത്സ, ഖുർആനികമായ ചികിത്സ തുടങ്ങി. ആദ്യത്തെ ദിവസം മന്ത്രിച്ചു, രാവിലെ മന്ത്രിച്ചു, വൈകിട്ട് മന്ത്രിച്ചു. സാധാരണ രീതിയിൽ ആ സ്ത്രീയിൽ നിന്ന് ഖുർആനിക ശബ്ദം സ്വൈര്യമായി ഇരുന്ന് കേൾക്കുന്നു. മന്ത്രിച്ചൂതി ഞാൻ പോകുന്നു. പിറ്റേ ദിവസം വീണ്ടും മന്ത്രിക്കുന്നു. അപ്പം പ്രത്യേക ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഇല്ല. ചില രോഗികൾ അങ്ങനെയാണ്, പ്രത്യേക ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയോ മറ്റും ചെയ്യണമെന്നില്ല. എന്നാൽ ഖുർആനികമായ ചികിത്സ കൊണ്ടവർക്ക് അതിൻ്റെ ഭേദം, ശിഫ ലഭിക്കുന്നതാണ്. 3-ാം ദിവസവും ഞാൻ മന്ത്രം തുടരുകയാണ്. 3-ാം ദിവസം മന്ത്രിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ രോഗി ശാരീരികമായ ഒരു ചലനം, പ്രത്യേകമായൊരു ചലനം. ഞാൻ ആ മന്ത്രത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പൈശാചികമായ ചിരിയും. അപ്പം ഞാൻ ഓതൽ നിർത്തിയപ്പോൾ പിശാച് അവളെ നാവിലൂടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ പോവുകയില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പോവുകയില്ല?
എനിക്ക് ഇവളെ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആ 2 വാക്കിൽ നിന്ന് എൻ്റെ ചികിത്സാ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു, നീ തൽക്കാലം മാറുക, ഞാൻ രോഗിയുമായിട്ട് സംസാരിക്കട്ടെ എന്ന് ശൈത്താനെ ഞാൻ ഒഴിവാക്കിക്കൊണ്ട് രോഗിയുടെ മുഖത്ത് വെള്ളം തളിച്ച് രോഗിയെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രോഗിയിട്ട് ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും സ്വപ്നങ്ങളോ മറ്റോ കാണുന്നുണ്ടോ എന്ന്. അപ്പോഴെല്ലാം ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു സ്വപ്നവും കാണുന്നില്ല എന്നാണ്. എന്നാൽ നീ നിരവധി സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, അതിൽ ചില സ്വപ്നങ്ങൾ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രോഗിക്കൊരു ജിജ്ഞാസയും അത്ഭുതവും തോന്നി. ഒപ്പം രോഗി പറഞ്ഞു, ഉസ്താദെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടത് ആദ്യം സമ്മതിച്ചില്ല? അപ്പോഴാ രോഗി ചിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി, രോഗിക്ക് ശൈത്താനോടും ചില താല്പര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ രോഗിയെ ഈ ഇഷ്ടപ്പെടുന്ന പിശാച് ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന പിശാചുകൾ, ഒരു പെൺകുട്ടിയെ ഒരു പിശാച് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒന്നീ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, ലൈംഗികമായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ലൈംഗികത ഉപയോഗപ്പെടുത്തുന്നു. ഇത് രണ്ടാലൊന്നും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ സ്വാഭാവികമായി കാണും. അത് എൻ്റെ ചികിത്സാ അനുഭവങ്ങളിൽ നിരന്തരം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരം സ്വപ്നങ്ങൾ ഈ സ്ത്രീ കാണുന്നുണ്ട്, സ്ത്രീ അതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീ ചിരിക്കുന്നത്, പറയാത്തത്. അപ്പം സ്വാഭാവികമായി സ്ത്രീക്ക് അങ്ങോട്ടും, അതായത് ഈ ജിന്നിനോടും ഇഷ്ടമുണ്ട്, ജിന്നിന് ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. അപ്പം ഞാനത് ചോദിച്ചു. അപ്പം ഈ സഹോദരി പറഞ്ഞു, ശരിയാണ് ഉസ്താദേ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുണ്ടെന്ന് പറയല്ല അവൾ ചെയ്തത്, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ചിരിക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്കതിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു, പരസ്പരം അവർ തമ്മിൽ സ്നേഹബന്ധത്തിലാണ്. അപ്പം എനിക്ക് മനസ്സിലായി, ഈ രോഗിയെ ഖുർആനികമായ മന്ത്രത്തിലൂടെ മോചിപ്പിക്കുക സാധ്യമല്ല. ഖുർആനികമായ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഈ സ്ത്രീക്ക്, ഈ സഹോദരിക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, ഒരല്പസമയം കൗൺസിലിംഗ് ചെയ്യാനുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. മന്ത്രവും കാര്യങ്ങളും നിർത്തിയിട്ട് ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചു. 9 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്, മറ്റൊരു മോള് 5 വയസ്സായൊരു മോളുണ്ട്. അപ്പം ഈ കുട്ടികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ കൗൺസിലിങ്ങിൻ്റെ രൂപം ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നത് ഖുർആനികമായി എനിക്ക് അനുഭവപ്പെട്ട ചികിത്സയുടെ അനുഭവങ്ങൾ മാത്രമല്ല, ഒപ്പം ഖുർആനികമായ ചികിത്സയിൽ ആ ചികിത്സയുടെ ചില രഹസ്യങ്ങൾ കൂടിയാണ് ഈ ചികിത്സയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ആ രഹസ്യമാണ് നിങ്ങളുമായി ഞാൻ ഇനി പങ്കുവെക്കുന്നത്. അതായത്, ഈ സ്ത്രീയെ ശൈത്താനിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഞാൻ അവിടെ കണ്ടുള്ളൂ. അതായത്, ലൈംഗികമായി ഈ സ്ത്രീയെ ഉപയോഗിക്കുന്ന പിശാച് ഈ സ്ത്രീയുടെ മക്കളെയും ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അതിൻ്റെ ചില ലക്ഷണങ്ങൾ: രാത്രികാലങ്ങളിൽ ഈ പെൺകുട്ടികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. ഒന്ന്, പല്ലുകൾ ഇറുമിക്കടിക്കുക, ഉറക്കത്തിൽ സംസാരിക്കുക, അതുപോലെ ബാത്റൂമിലേക്കും മറ്റൊക്കെ അവർക്ക് പോകാൻ ഭയപ്പാടുണ്ടാകുക. അങ്ങനെ ചില അനുഭവങ്ങൾ അവരെ മുന്നിലുണ്ട്. ചികിത്സയ്ക്ക് ഇരിക്കുമ്പോൾ ആ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഈ സ്ത്രീ ഇങ്ങനെ ചില അനുഭവങ്ങൾ അവർക്കുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പം ഈ അനുഭവങ്ങളുടെ അടിസ്ഥാന കാരണം ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്, നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാണ്. പക്ഷെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിന് ആ ഭദ്രത ഇനിയില്ല. അതിന് കാരണക്കാരി നിങ്ങളാണ്. നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്താണെങ്കിൽ ഇനി ജീവിക്കുക. അത്തരം മക്കളുടെ സന്തോഷത്തിനും അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടി നിങ്ങളുടെ ജീവിതം
ഇനി അതിനഭികാമ്യമല്ല. അങ്ങനെ വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ ഈ പിശാചുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കണം. കാരണം നിങ്ങൾക്ക് പ്രായമാകും, കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ കവിളുകൾ ഒട്ടും, നിങ്ങൾ ക്ഷയിക്കും, ഈ കുട്ടികൾ കുറച്ചും കൂടി വലുതായി വിവാഹപ്രായമെത്തും. അതിനു മുമ്പ് തന്നെ ഈ കുട്ടികളെ പിശാച് ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങളെ ഉപയോഗിക്കുന്ന അതേ പിശാച് തന്നെ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങും. ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമുണ്ടാവുകയില്ല. അവരെ വിവാഹം ചെയ്ത് വിടുന്നത് തന്നെ ദുഷ്കരമാകും. അപ്പോൾ കുട്ടികളുടെ ജീവിതം, അവരെ ഭാവി എല്ലാം പ്രശ്നത്തിലാണ്. അതിന് അടിസ്ഥാനമായിട്ടുള്ളത് നിങ്ങളാണ് അതിൻ്റെ കാരണക്കാരി. കാരണം അവർ പിന്നീട് വിശദീകരിച്ചതനുസരിച്ച് രാത്രി കാലങ്ങളിലെല്ലാം ഈ പിശാചി ലൈംഗികമായി അവരെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, പകലും പിശാച് അവരടുത്ത് വരുന്നുണ്ട്. അവർ ഈ കിടക്കയിൽ ആയിരിക്കുമ്പോഴോ കസേരയിൽ ഇരിക്കുമ്പോഴോ ഒരു മയക്കത്തിലേക്ക് പോകുന്നു, പിശാച് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ അനുഭവം നിരന്തരം അവർക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ സുഖം കണ്ടെത്തുന്നു. പിശാചിനെ അവരും സ്നേഹിക്കുന്നു, പിശാച് അവരെയും സ്നേഹിക്കുന്നു. ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി വളരെ ദുർഘടമായ ഒരു ഭാവിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു. അവർ പറഞ്ഞു, ഇതിൻ്റെ ഭവിഷ്യത്തുകളും ഇതൊന്നും എനിക്ക് ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞിരുന്നില്ല, ഞാൻ പിന്തിരിയാണ് ഉസ്താദേ, എനിക്ക് ഈ പിശാചിനെ വേണ്ട. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ, ഈ പിശാചിനെ ഞാൻ വെറുക്കുന്നു. അങ്ങനെ പൂർണ്ണമായ വെറുപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അവരത് വെറുക്കാൻ റെഡിയായി. പിന്നീട് ഞാൻ മന്ത്രിച്ചു. മാഷാ അല്ലാഹ്, അവർ പിശാച് പുറത്ത് ചാടുന്നതും അങ്ങനെ പിശാചിനെ അവരിൽ നിന്ന് തുരത്താനും അതുമൂലം തൗഫീഖുണ്ടായി. ഈ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചികിത്സയിലേക്ക്, ആ ചികിത്സാ അനുഭവങ്ങളും രോഗികളെ കണ്ടു കഴിഞ്ഞാലുള്ള ആ രോഗ പ്രശ്നങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വെളിച്ചവും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤال